വെൽക്കം ടു റമദാൻ സീരീസ്. എന്നും ഈ ഓവർനൈറ്റ് ഓട്സ് തന്നെ കഴിച്ചാൽ മടിക്കില്ലേ വിശക്കില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കുക. അതൊരു സ്ലോ റിലീസിങ് കാർബ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന വരെ വിശപ്പ് കാണില്ല. നോമ്പ് തുറക്കി നമുക്ക് ഡെസേർട്ട് ആയിട്ട് ഒരു ക്രീമി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ മാങ്ങ, ഷമം, ആപ്പിൾ, പഴം, പേരയ്ക്ക അങ്ങനെ സിട്രസ് ഫ്രൂട്ട്സ് അല്ലാത്ത എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. പിന്നെ ചിയ സീഡ്സ് ഒന്ന് കുതിരാൻ വെക്കാം. ക്രീമിനായിട്ട് നമുക്ക് പാലും ഗ്രീക്ക് യോഗട്ടും, മധുരത്തിനായിട്ട് മാങ്ങയും പഴവുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചിയ സീഡ്സ് കുതിർന്നതും ബാക്കി സീഡ്സും റേസിൻസും എല്ലാം വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ക്രീമിലേക്ക് വേണമെങ്കിൽ പ്രോട്ടീൻ പൗഡറും കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സോയ ചങ്ക്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല വരട്ടി വെച്ചതിന് ശേഷം നമുക്ക് 185 ഡിഗ്രി സെൽഷ്യസിലേക്ക് 15 മിനിറ്റ്സത്തേക്ക് നമുക്കൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ പ്രെപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെജിറ്റബിൾ ലോഡഡ് ചിക്കൻ സലാഡ് നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം സോൾട്ടും പിക്കിൾ ചെയ്ത ക്യാരറ്റും കൂടെ ആഡ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് പൈനാപ്പിളിലേക്ക് ഉപ്പും ചാറ്റ് മസാലയും കൂടെ ചേർത്ത് വെക്കാം. പിന്നെ ഇതെല്ലാം കൂടെ എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ഇതിൽ നിന്നൊരു കുഞ്ഞു 2 ബൗളാണ് എടുത്തത്. പിന്നെ ചിക്കൻ സലാഡ് ഒരുവിധം ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിളും ഒരു ചെറിയൊരു പീസ് സേമിയ പുഡിങ്ങും. പിന്നെ വേറെ നമുക്ക് മില്ലറ്റിൻ്റെ കഞ്ഞി ഉണ്ടായിരുന്നു, പൊടിയരി കഞ്ഞി ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു. പിന്നെ മുട്ടയും കിഴങ്ങും മഷ്റൂമും വെച്ചിട്ടൊരു മിക്സഡ് കറിയാണ്. ഇതെല്ലാം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇടിയപ്പം ഒന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. പിന്നെ സോയ ചങ്ക്സ് ഫ്രൈ അതും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി റീലിൽ മാത്രം എൻ്റെ സലാഡ് കണ്ടുവന്ന് എൻ്റെ ബാബി നേരിട്ട് ടേസ്റ്റ് ചെയ്തപ്പോഴുള്ള റിയൽ റിയാക്ഷനാണിത്. ഇപ്പോൾ ഇക്കാടെ മോൻ അഫ്രോം കൂടെ ഉള്ളതുകൊണ്ട് എസ് ഫുൾ ടൈം ഓണാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കസരത്തൊന്നും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ. നാളെ കാണാം.